8ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാം പാറ്റേണിൽ എന്തുണ്ട് മാറ്റങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിനേ ഉള്ളൂ ഓർ ക്വസ്റ്റ്യൻ. മാറ്റങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് വന്നിട്ടുള്ളത് നോക്കാം. നിങ്ങൾക്ക് 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ABCD എന്ന് 4 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. ഇനി സെക്ഷൻ Bയിൽ 2 മാർക്സിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സെക്ഷൻ Cയിൽ 3 മാർക്സിൻ്റെ 4 ക്വസ്റ്റ്യൻസ്. സെക്ഷൻ Dയിൽ 4 മാർക്സിൻ്റെ 4 ക്വസ്റ്റ്യൻസ്. നമുക്കിന്ന് സെക്ഷൻ A ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8.5 the whole square equal to 64 plus dash plus 0.35. ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 0.25 ആണ് കേട്ടോ. എന്തായിരുന്നു 8.5ൻ്റെ സ്ക്വയർ? 8.5ൻ്റെ സ്ക്വയറിനെ നമ്മൾ എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരുന്നത്? 8 plus 0.5 the whole square. A plus B the whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. 8 സ്ക്വയർ പ്ലസ് 2 into 8 into 0.5 പ്ലസ് 0.5 the whole square. അങ്ങനെ അല്ലായിരുന്നോ? എന്ത് കിട്ടും? 64 പ്ലസ് 2 into 8 into 0.5 എന്ത് വരും? നമ്മൾ പോയിൻ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 8 into 5 എന്ത് വരും? 2 into 8 into 5 എന്ന് വെച്ചാൽ 80 ആണ്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ? 80ക്ക് പോയിൻ്റ് ഇട്ട് കൊടുത്ത് 8.0. ഒരു ആൻസർ എന്താണ്? 8 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ എന്താ? 0.25. ഇവിടെ 35 അല്ല കേട്ടോ, 0.25 ആണ്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നതാണ്. ആരാ ഇവിടെ മിസ്സായിട്ടുള്ളത്? ആരെയാ? 8 ആണ്. ആൻസർ എന്താണ്? 8. Second question, which 3 measures of a triangle being equal to the same measure of another triangle make the remaining 3 measures also equal? ട്രയാങ്കിൾസിന് എത്ര മെഷേഴ്സ് ഉണ്ട്? ട്രയാങ്കിളിന് എത്ര മെഷേഴ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. മൊത്തം 6 മെഷേഴ്സ് ഉണ്ട്. 3 സൈഡ്സ് അതുപോലെ 3 ആംഗിൾസ്. 6 മെഷേഴ്സ് അല്ലേ ഉള്ളത്. ഇതിൽ 3 മെഷേഴ്സ്, സൈഡ്സോ ആംഗിൾസോ ഒക്കെ, 2 സൈഡ് ഒരു ആംഗിൾ ആയിക്കോട്ടെ, 3 സൈഡ് ആയിക്കോട്ടെ, 3 ആംഗിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 ആംഗിൾ ഒരു സൈഡ് ആയിക്കോട്ടെ, അതുപോലെ 3 മെഷേഴ്സ് എടുക്കുമ്പോൾ 2 ട്രയാങ്കിളിനെ 3 മെഷേഴ്സ് ഈക്വൽ ആകുമ്പോൾ ബാക്കി 3 മെഷേഴ്സ് കൂടെ ഈക്വൽ ആവണമെങ്കിൽ ഇതിലേത് കേസാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 3 സൈഡ്സ്. ആദ്യത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ബാക്കി 3 മെഷേഴ്സ്, അതായത് 3 സൈഡ്സ് ഈക്വൽ ആണ്. ബാക്കി മെഷേഴ്സ് ആരാ? 3 ആംഗിൾസ്. 3 സൈഡ്സ് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ 3 ആംഗിൾസ് ഈക്വൽ ആകുമോ? ആകും. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. 2 സൈഡ്സ് ആൻഡ് എനി 1 ആംഗിൾ. 2 സൈഡ്സും ഏതെങ്കിലും ഒരു ആംഗിളും 2 ട്രയാങ്കിളിലും ഈക്വൽ ആവുന്നുണ്ട്. അങ്ങനെയാണ് ബാക്കി 3 മെഷേഴ്സ് എന്ന് വെച്ചാൽ ഒരു സൈഡും ബാക്കി 2 ആംഗിൾസും ഉണ്ട്. ഇത് 2 ഈക്വൽ ആവുന്നുണ്ടോ? ആകില്ല. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? 3 സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിൻ്റെ എല്ലാ മെഷേഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്ത കേസ് എന്തായിരുന്നു? 2 സൈഡ്സും ആംഗിൾ ബിറ്റ്വീൻ ദമ്മോ. 2 സൈഡ്സും 2 വശങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള കോണുകൾ, ഈ സൈഡ്സിൻ്റെ തന്നെ ഇടയ്ക്കുള്ള ആംഗിളും എന്താവണം? ഈക്വൽ ആവണം. എന്നാലേ ഈ 2 ട്രയാങ്കിൾസ് എന്താകത്തുള്ളൂ? ഈക്വൽ ട്രയാങ്കിൾസ് ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരു ആംഗിൾ ഈക്വൽ ആയാൽ മതിയോ? പോരാ. ഈ 2 സൈഡ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നെ ഈക്വൽ ആവണം. 1 സൈഡ് ആൻഡ് എനി 2 ആംഗിൾസ്. ഒരു സൈഡും ഏതെങ്കിലും 2 ആംഗിളും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ബാക്കി 3 മെഷേഴ്സ് ഈക്വൽ ആവുമോ? ഇല്ല. ഒരു സൈഡും ആ സൈഡിൻ്റെ 2 അറ്റത്തുള്ള ആംഗിളും തന്നെ ഈക്വൽ ആവണം. എന്നാലേ ബാക്കി 3 മെഷേഴ്സും എന്താകത്തുള്ളൂ? ഈക്വൽ ആകത്തുള്ളൂ. ഇനി 3 ആംഗിൾസ്. 3 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ബാക്കി 3 മെഷേഴ്സ്, അതായത് സൈഡ്സ് ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ല. അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? 3 സൈഡ്സ്. 3 സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ ബാക്കി 3 മെഷേഴ്സ് ആയിട്ടുള്ള 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു എക്സാം തൊട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ പോകുന്നത്.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് എയും സ്റ്റേറ്റ്മെൻറ്റ് ബിയും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ നോക്കാം. ദി സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് 540 ഡിഗ്രി. ഒരു പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്താണ്? 540 ഡിഗ്രിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തരിക കോണുകളുടെ തുക എന്താണ്? 180 ഡിഗ്രിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. എങ്ങനെയാ? പോളിഗൺസിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഇക്വേഷൻ എന്തുവാ? n-2 × 180 ഡിഗ്രി അല്ലേ? ഇവിടെ n എത്രയാണ്? 5 ആണ്. പെൻറ്റഗൺ അല്ലേ, 5 സൈഡാണുള്ളത്. 5 - 2 × 180 ഡിഗ്രി 3 × 180 എന്ന് വരും. ആൻസർ 540 എന്ന് വരും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. ഇനി ഓപ്ഷൻസ്. എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്. നമുക്ക് രണ്ടും ട്രൂ ആണെന്നല്ലേ കിട്ടിയേ? അത് ഈ ഓപ്ഷൻ അല്ല. അടുത്തത് എ ഈസ് ഫോൾസ്, ബി ഈസ് ട്രൂ. ഇതും അല്ലല്ലോ, എയും ബിയും നമുക്ക് ട്രൂ എന്നല്ലേ കിട്ടിയത്. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദി റീസൺ ഫോർ എ. നാലാമത്തെ ഓപ്ഷൻ എന്താ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദി റീസൺ ഫോർ എ. 3 or 4 ആയിരിക്കും അല്ലേ, കാരണം രണ്ടും ട്രൂ ആണ്. ഇനി അടുത്ത കേസ് എന്ത് പറഞ്ഞേക്കുന്നവർ? ബി ഈസ് ദ റീസൺ ഫോർ എ അല്ലെങ്കിൽ ബി ഈസ് നോട്ട് ദി റീസൺ ഫോർ. ബി എയുടെ റീസൺ ആണ്, അതാണ് 3. 4 എന്താ പറയുന്നത്? ബി എയുടെ റീസൺ അല്ല എന്നാണ് പറയുന്നത്. നമ്മളെങ്ങനെ നിങ്ങൾ പോളിഗൺ പഠിച്ചപ്പം തുടക്കത്തിൽ പഠിച്ചു വന്നത് എന്താ? ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം അല്ലെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. എൻ്റെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? 3 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 180 ഡിഗ്രി അല്ലേ. ഇതിൻ്റെതും 180 ഡിഗ്രി. ഈ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 180 ഡിഗ്രി. ഈ 180, 180, 180 ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 540 എന്ന് കിട്ടുന്നത്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മും പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മും തമ്മിൽ ബന്ധമില്ലേ? ബന്ധമുണ്ട്. അന്നേരം ബി ആണെന്ത്? എയുടെ റീസൺ. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ആണ്. അടുത്ത ഈ സെക്ഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പറിൻ്റെ സ്ക്വയറുകൾ ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഡ് നമ്പറുകളുടെ എല്ലാം സ്ക്വയറും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ്. 5ൻ്റെ സ്ക്വയർ എന്താണ്? 25 ആണ്. 7ൻ്റെ സ്ക്വയർ എന്താണ്? 49 ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 2. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 2 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത്? 0 അല്ലേ. അന്നേരം ഇത് തെറ്റല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 1. ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ 9. 9നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി 25നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. ആ കേസ് കറക്റ്റാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 2 or 0. ഇവിടെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 1 കിട്ടി. ഇനി ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നോക്കാം. 4 ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, അതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് റിമൈൻഡർ 0 അല്ലേ കിട്ടുന്നത്. 16 ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുന്നത്? റിമൈൻഡർ 0 ആയിരിക്കും. അന്നേരം ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1ഉം ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 2 or 0. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത് 2 അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ന് പറഞ്ഞേക്കുന്നത്. 0 കിട്ടും. 2 കിട്ടുമോ? കിട്ടില്ല. അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇനി ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് കിട്ടിയത്? 1ഉം 3ഉം അല്ലേ. അല്ല 1ഉം 3ഉം മാത്രമേ എന്തുള്ളൂ? കറക്റ്റായിട്ടുള്ളൂ. അത് ആദ്യത്തെ എന്താണ് പറയുന്നത്? 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ല. 1ഉം 2ഉം കറക്റ്റ് അല്ല.
1 and 3 ആർ ട്രൂ. ഇതല്ലേ കറക്റ്റ്? നമുക്ക് 1ഉം 3ഉം അല്ലേ ട്രൂ ആയിട്ട് കിട്ടിയത്. ബാക്കി 2 ഓപ്ഷൻസ് തെറ്റാണ്. സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ റെഗുലർ പോളിഗൺ ഹാസ് 10 sides. ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് റെഗുലർ പോളിഗൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് റെഗുലർ പോളിഗൺ? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗണാണ് റെഗുലർ പോളിഗൺ. ഇവിടെ 10 sides ഉള്ള റെഗുലർ പോളിഗൺ ആണ്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ എല്ലാ ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? ഏതൊരു പോളിഗൺ എടുത്താലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇനി ഈ ഔട്ടർ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കത്തില്ലേ? റെഗുലർ പോളിഗൺ അല്ലേ? ആംഗിൾസ് എല്ലാം സെയിം ആണ്, സൈഡ്സും എന്താണ്? സെയിം ആണ്. ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? 10 സൈഡ്സ് ഉണ്ട്. അന്നേരം 10 ഔട്ടർ ആംഗിൾ കാണും. എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് ഒരു ഔട്ടർ ആംഗിൾ എത്ര എന്ന് കിട്ടും? 360/10, അതായത് 36. ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 36 ഡിഗ്രിയാണ്. ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ? 36 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഇന്നർ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 180 അല്ലേ? അത് ഇന്നർ ആംഗിൾ കിട്ടാൻ 180യിൽ നിന്ന് നമുക്ക് ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ? ആൻസർ എത്ര കിട്ടും? 144 എന്ന് കിട്ടും. ഇന്നർ ആംഗിൾ 144 ഡിഗ്രിയും ഔട്ടർ ആംഗിൾ 36 ഡിഗ്രിയുമാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് എബോവ് ദി ഡയഗണൽ ആർ ഈക്വൽ ടു ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ബിലോ ദി ഡയഗണൽ. കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽ, ഈ വരച്ചിരിക്കുന്ന ഡയഗണലിന് മുകളിലുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതിൻ്റെ താഴെയുള്ള ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ 2 ആംഗിൾസും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെ ഈ ഒരു ഡയഗണൽ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയഗണലിൻ്റെ മുകളിലുള്ള ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ താഴെയുള്ള ഈ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ ഡയഗണലിൻ്റെ മുകളിലുള്ള റൈറ്റ് സൈഡും താഴെയുള്ള ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഇപ്പോൾ 2 സൈഡ്സ് എന്തായി? ഈക്വലായി. ഇതെന്താണ്? ഈ ഡയഗണൽ എന്താണ്? ഈ 2 ട്രയാങ്കിൾസിൻ്റെ കോമൺ സൈഡ് അല്ലേ? എന്നുവെച്ചാൽ ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം 3 സൈഡ്സും എന്താണ്? ഈക്വലാണ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും എന്താവും? ഈക്വൽ ആവില്ലേ? ഈ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 2 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്ക്, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് 40 ഡിഗ്രി ഉള്ളത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാ? ഇതല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ആംഗിൾ ഏതെന്ന് കിട്ടും? 30 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇനി ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇത് 40ഉം 30ഉമാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 70 എന്ന് കിട്ടും. 70 150 - 70 എത്ര? 110. അത് തന്നെ ആയിരിക്കത്തില്ലേ ഇവിടെ? അന്നേരം ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ മൊത്തം ആംഗിൾസും കിട്ടിയില്ലേ? ഈ 2 ആംഗിൾസ് 110 ഇവിടെ 80, ഓപ്പോസിറ്റ് 60 ഡിഗ്രിയാണ്. എല്ലാ ആംഗിൾസും ആയില്ലേ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ഈസ് 80 ഡിഗ്രി. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 80 ഡിഗ്രിയാണ്. വാട്ട് ക്യാൻ ബി ദി അതർ 2 ആംഗിൾസ്? ബാക്കി 2 ആംഗിൾസ് എന്തായിരിക്കാം? നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അതിൽ ഒരു ആംഗിൾ 80 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചുകൂടെ?
ഒരു ഐസോസെലസ് ട്രയാങ്കിളിന് 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ, 2 സൈഡും ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഞാൻ ആദ്യം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എന്തെടുത്തു, 80 എടുത്തു. കണ്ടോ, ഒരു ആംഗിൾ 80 ഡിഗ്രി ആണെന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഈക്വൽ ആയിട്ടുള്ള ആംഗിളും ആവാം, ഈക്വൽ അല്ലാത്ത ആംഗിളും ആയിക്കൂടെ. ഇത് 280 എത്ര കിട്ടും, 160 എന്ന് കിട്ടും. ബാക്കി എത്ര ആയിരിക്കും, 20 ആയിരിക്കും. കണ്ടോ, ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി ഈ ട്രയാങ്കിൾ ഞാൻ ഈക്വൽ അല്ലാത്ത ആംഗിളാണ് 80 ഡിഗ്രി എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരും, 100 വരില്ലേ. 180 മൈനസ് 80 100 വരും. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ 50, ഇവിടെ 50. അതർ 2 ആംഗിൾസ് ഏതൊക്കെയാവാം, 80യും 20യും ആവാം, അല്ലെങ്കിൽ 50യും 50യും ആകാം. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് 80 എടുക്കുന്നതെങ്കിൽ മറ്റേ ആംഗിൾ എന്ത് വരും, 20 വരും. ഇനി ഈക്വൽ അല്ലാത്ത ആംഗിളാണ് 80 എടുക്കുന്നതെങ്കിൽ ബാക്കി 2 ആംഗിൾസ് എന്ത് വരും, 50യും 50യും വരും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് 65 ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 65നെ നമുക്ക് എങ്ങനെ എഴുതാം, 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. 64 പ്ലസ് 5 65 തന്നെ കിട്ടും. റൈറ്റ് 130 ആസ് ദി സം ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇങ്ങനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യണം, 130യും റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 65നെ എങ്ങനെ എഴുതിയേക്കുന്നത്, 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. അങ്ങനെയാണ് 130നെ എങ്ങനെ എഴുതാം, 130ൻ്റെ അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് 11 സ്ക്വയർ. 11 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. നമുക്ക് 130 കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. 11 സ്ക്വയർ എത്രയാണ്, 121 പ്ലസ് 3യുടെ സ്ക്വയർ 9 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 130 എന്ന് കിട്ടും. അന്നേരം 130നെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യണ്ടേ. എങ്ങനെ കിട്ടും, 11 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ.